മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിൻ്റെ തേരോട്ടം 30 വർഷത്തെ എന്ന് പറയുമ്പോൾ ഏകദേശം 1997 മുതലുള്ള ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുടെ കാൽ ഇടറുകയും ബൃഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 50,000 കോടിയിലധികം രൂപയാണ് അവരുടെ ടാക്സും വരുമാനവും ഒക്കെ. അപ്പോൾ എന്തുമാത്രം വലിയൊരു മുനിസിപ്പാലിറ്റിയാണെന്ന് നോക്കൂ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റിയും കൂടി അത്രയും ഉണ്ടോ എന്നറിയില്ല. അത്ര വലിയൊരു മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അത് ഉൾപ്പെടെയാണ് പൂനെ ഒക്കെ അടക്കം. മുഴുവൻ സ്ഥലത്തും മഹായുതി സഖ്യം, അതായത് ഫട്നാവിസ് ഭാവിയിൽ പ്രധാനമന്ത്രി ആയാലും അത്ഭുതമില്ല. അത്രയ്ക്ക് വലിയൊരു നേതാവായിട്ട് അദ്ദേഹം വളർന്നു വരിക. ഫട്നാവിസിൻ്റെയും അതുപോലെ തന്നെ ഷിൻഡെയുടെയും, അതായത് ശിവസേനയിലെ ഒരു വിഭാഗമായ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യമാണ് ഇടിച്ചു കയറിപ്പോകുന്നത്. അപ്പുറത്ത് ചെറിയ ആളുകളല്ല. ഉദ്ധവ് താക്കറെ, മഹാരാഷ്ട്രയുടെ മാനസപുത്രൻ ഉദ്ധവ് താക്കറെ ഉണ്ട്, ശരത് പവാർ ഉണ്ട്. ശരത് പവാർ ചെറിയ ആളല്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ NCPയുടെ മുടിചൂടാ മന്നനായിരുന്ന വലിയ നേതാവാണ് ശരത് പവാർ. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ശരത് പവാർ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. NCP തീരുമാനിക്കും മഹാരാഷ്ട്ര എങ്ങോട്ട് പോകണമെന്ന്. ആ മഹാരാഷ്ട്രയിലെ ശരത് പവാർ. പിന്നെ കോൺഗ്രസ് വേറെ വശത്ത് നിൽക്കും. കോൺഗ്രസിൻ്റെ കാര്യം കഷ്ടമാണ്. അവിടെ വളരെ സീറ്റ് കുറവാണ്. 3-ാം സ്ഥാനത്തെന്ന് പറയും. സ്ഥാനം പറയുമ്പോൾ 3 അല്ല 30-ാം സ്ഥാനത്തേക്ക് പോകും. 3 വരെ ഉള്ളൂ, 3 കക്ഷികൾ. എന്നാലും സ്ഥാനം കണക്കാവും 30-ാം സ്ഥാനത്തേക്ക് പോകും. അത് ഒരു വളരെ കഷ്ടപ്പെട്ട കാര്യമാണ്. അതേസമയം ഇന്ത്യയിൽ 2 ദിവസം മുമ്പാണ് ബീഹാറിൽ വലിയ തെരഞ്ഞെടുപ്പ്, ഇതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നത്. മുഴുവൻ നിതീഷ് കുമാർ BJP സഖ്യം കൊണ്ടുപോയി. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ, ഞാനിത് കണക്ട് ചെയ്ത് പറയുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP പിടിച്ചു. നഗര ഇന്ത്യ, ഗ്രാമ ഇന്ത്യ എന്നത് മാറി നഗര ഇന്ത്യ മുഴുവൻ BJPയുടെ അടുത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ. ബാംഗ്ലൂർ നഗര ഇന്ത്യ മുഴുവൻ BJPയിലേക്ക് പോവുകയാണ്. ഇനി ഗ്രാമ ഇന്ത്യയും പോകുന്നൊരു കാഴ്ച വരും. കാരണം ഇന്ത്യയിൽ ഇന്ന് ജലജീവ മിഷൻ വഴിയായാലും മറ്റൊരുപാട് പദ്ധതികൾ വഴിയായാലും ഒരുപാട് ഗ്രാമങ്ങളെയും ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്. വികസിത ഭാരതം എന്ന സങ്കല്പം വെച്ചാണ് ഇപ്പോൾ ഓടുന്നത്. 2047 അതിനിപ്പോൾ വർഷം കുറേ കിടപ്പുണ്ട്. 10-20 വർഷം ഇനിയും കിടക്കുകയാണ്. അപ്പോൾ ഒരു 4 മുന്നണിയെങ്കിൽ 4 പ്രാവശ്യമെങ്കിലും ഭരണത്തിൽ വന്നാലേ 2047 ആവുകയുള്ളൂ. അപ്പം 100 വർഷം ആവണമെങ്കിൽ, സ്വാതന്ത്ര്യം കിട്ടിയതിന് 100 വർഷമാണ് ഈ പറയുന്നത്. അപ്പം 100 വർഷമാണെങ്കിൽ 4 ടേമിന് കിട്ടണം. അപ്പോൾ ഈ 4 ടേം കിട്ടും എന്നുള്ള കൺസെപ്റ്റിലാണ് 2047 100 വർഷമാകുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷമാകുന്നു. അപ്പോൾ വികസിത ഭാരതം, അതായത് ചുമ്മാ ഒരു വികസിത ഭാരതം എന്ന് പറഞ്ഞ് എഴുതി ബാനർ പിടിച്ചാൽ ആവില്ലല്ലോ. ലോകത്തിലെ GDPയിൽ അമേരിക്ക, ചൈന, ജപ്പാൻ, ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ ഇങ്ങനെയാണ് നിന്നത്. അതിനകത്തിപ്പോൾ അമേരിക്ക വളരെ മുന്നിലാണ്. അവരെ കൂടെ എത്താൻ കുറേ കാലം എടുക്കും, അത് പ്രയാസമാണ്. തൊട്ട് താഴെ ചൈനയുണ്ട്, അവരും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ മുന്നിലാണ്. എന്നാൽ ജർമ്മനിയും ഇന്ത്യയുമായി വളരെ അടുത്തടുത്ത് നിൽക്കുകയാണ്. 2 വർഷത്തിനകത്ത് ജർമ്മനിയെ നമ്മൾ തള്ളും. ഇപ്പോൾ നമ്മൾ തള്ളിയത് ജപ്പാനെ തള്ളി. അപ്പോൾ ജപ്പാൻ താഴേക്ക് പോയി. ഇപ്പം നമ്മൾ 4ലേക്ക് കയറിയിട്ടുണ്ട്. അത് 3ലേക്ക് കയറും. ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ സ്ഥാനം വരാൻ സാധ്യതകൾ വളരെ വലുതാണ്. ലോകം മുഴുവൻ മോദി എന്ന് പറയുന്ന നേതാവിനെ അംഗീകരിച്ച് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനുരണനങ്ങൾ ഇന്ത്യയിൽ GDPയുടെ വരാനുണ്ട്. ഒരുപാട് വികസന കാര്യങ്ങളിൽ താഴേക്ക് വരാനുമുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്ന രാഷ്ട്രീയമൊന്നുമല്ല, അല്ലെങ്കിൽ BJP അങ്ങനെ ആ രാഷ്ട്രീയമല്ല. നമ്മൾ നടക്കുന്ന കുറേ ഫാക്ട്സ് പറയുന്നു. അപ്പോൾ അതിനെയൊക്കെ ഉപോത്ബലകമായിട്ട് ഇന്ത്യയിൽ വളരെ വലിയ തോതിലാണ് പ്രാദേശിക തലത്തിലുള്ള സംഘടനാ സംവിധാനമൊക്കെ വരുന്നത്. ഉദ്ധവ് താക്കറേക്ക് സംഭവിക്കാൻ പോകുന്നത്, അവിടെ ഇത് നശിച്ചാൽ അവരുടെ സംഘടനാ ബലം എവിടെ? പിന്നെ ഞാൻ ബോംബെയിൽ മഹാരാഷ്ട്രയിൽ പോയിട്ടുള്ള ആളാണ്. അവിടെ മുണ്ട് മടുത്തുകൊടുത്തുകൊണ്ട് തെരുവിൽ രാവിലെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ, നമ്മൾ ഈ ബെഡ് കോഫി പോലെ പുറത്തിറങ്ങി കാപ്പി കുടിക്കാൻ, ചായ കുടിക്കാനോ മറ്റോ പോകുമ്പോൾ തട്ടുകട പോലത്തെ ബങ്ക് കടകളുണ്ട്. നല്ല, പക്ഷേ ഇവിടുത്തെ പോലത്തെ അല്ല, കുറച്ചുകൂടി ഒരു എന്താ പറയുക, മനോഹരമായി ചെയ്തിരിക്കുന്ന ബങ്ക് കടകളാണ്. അതിൽ ബങ്ക് കടയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരാൾ റോഡെ ഫുട്പാത്തിൽ കൂടെ തുണി, ഈ മുണ്ട് മുകളിൽ, അയാൾ ചിലപ്പോൾ മലയാളി തമിഴിനും വല്ലതും ആയിരിക്കും, മുണ്ട് മടുത്തെടുത്തുകൊണ്ട് പോകുമ്പോൾ 2 പേർ ബൈക്കിൽ വന്ന് മുഖത്ത് കർച്ചീഫും കെട്ടിട്ട് മുട്ടുകാലിന് തല്ലിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് പറഞ്ഞു, ഇവിടെ അങ്ങനെ പറ്റത്തില്ല, മുണ്ട് മടുത്തെടുക്കാൻ പറ്റില്ല, താഴോട്ട് ഇടണം. അങ്ങനെ പറഞ്ഞ അത്രയ്ക്ക് ആ രാജ്യം മുഴുവൻ ഒരു അടിമരാജ്യം പോലെയെന്നോ അല്ലെങ്കിൽ ഒരു ഗുണ്ടാരാജ്യം പോലെ, അത് അവരുടെ ഒരു കഴിവാണ്. ശിവസേന കൊണ്ടു നടന്നത്, അവരെ കൈവെള്ളയെ കൊണ്ടു നടന്നതാണ്. അതാണിപ്പോൾ ഉദ്ധവ് താക്കറെ എന്നും ഷിൻഡെ എന്നൊക്കെ പറഞ്ഞ 2 ഗ്രൂപ്പായി. ആ ഷിൻഡെ വിഭാഗമാണ് ഇപ്പോൾ BJPയുടെ കൂടെ നിൽക്കുന്നത്. അവരാണ് മഹായുദ്ധം എന്ന് പറഞ്ഞിട്ട് വലിയ തോതിൽ 100 കണക്കിന് സീറ്റുകൾ പിടിച്ചുകൊണ്ട് ബൃഹാൻ മുംബൈ കോർപ്പറേഷൻ, അത് വളരെ വലിയ കോർപ്പറേഷനാണ്. ഞാൻ ഈ പറഞ്ഞു, ലോകത്തിലെ തന്നെ വലിയ മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അതടക്കം 227 സീറ്റിൽ 120 സീറ്റിലടക്കം അവരിപ്പോൾ പിടിച്ചു കഴിഞ്ഞു. മാത്രമല്ല അവർ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്ന, ആ സഖ്യം ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്ന രീതിയിലേക്ക് അവർ പിടിച്ചു കഴിഞ്ഞു. മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും
അങ്ങനെയാണ് നീങ്ങുന്നത്. അപ്പോൾ വലിയ രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ വളരെ അടുത്ത കാലം തൊട്ട് എക്സിറ്റ് പോളുകൾ പറയുന്നത് അതുപോലെയാണ് വരുന്നത്. ബീഹാറിലും പറഞ്ഞ അതുപോലെ സംഭവിച്ചു, മഹാരാഷ്ട്രയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്, കേരളത്തിലും പറഞ്ഞത് ഏകദേശം എക്സിറ്റ് പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. UDF അപ്പർ ഹാൻഡ് പിടിക്കുമെന്നും തിരുവനന്തപുരത്ത് കോർപ്പറേഷനെ കുറിച്ചുമൊക്കെ വലിയ രീതിയിൽ പറഞ്ഞിരുന്നു. എക്സിറ്റ് പോൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ശിവസേന പിളർന്നു പോയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലാണ് ശിവസേനയ്ക്ക് ദോഷം വരുന്നത്. അത് അവരുടെ ആരുടെയാണ് ഇനി ശിവസേന, ആരുടെ ശിവസേനയാണത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഉദ്ധവ് താക്കറേടേതല്ല ശിവസേന, ഷിൻഡയുടേതാണ് ശിവസേനയെന്ന് മഹാരാഷ്ട്ര പറയുകയാണ്. ഉണ്ടാക്കിയവൻ്റേതല്ല, കൂടെ നിന്നവൻ്റേതാണ്. ചെറിയ കാര്യമല്ല അത്. ഉണ്ടാക്കിയവരുടേതല്ല. അത് ഇന്ത്യയിൽ CPM ഇതുപോലെയായിരുന്നു. CPIയുടെ ഇന്ത്യ അല്ല, CPIയുടെ കേരളമല്ല, ഇറങ്ങിപ്പോയ CPMകാരുടെ കേരളമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. CPM അല്ലേ മുഖ്യ കക്ഷി എന്ന് പറഞ്ഞ പോലെ ഇനി ഷിൻഡയുടെ യുഗമാണ് വരുന്നത്. അവിടെ ഷിൻഡ യുഗം വരികയാണ്. ഷിൻഡേ യുഗം വരികയാണ്. എവിടെ? മഹാരാഷ്ട്രയിൽ. അതോടെ മറാഠി മനസ്സെന്ന വികാരത്തെ, മറാഠി അതായത് അതിശക്തമായ രീതിയിൽ ആസാമിൽ പ്രഫുല്ലകുമാർ, ഞാൻ ആ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പഠിച്ചുകൊണ്ട് മാത്രം ഇതൊക്കെ പോകും. ആസാമിൽ പ്രഫുല്ലകുമാർ മൊഹന്ത എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, താടി വെച്ചൊരു ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പമായിരുന്നു, അവിടെ ഇളക്കി മറിച്ചു. ആസാം ഗണപരിഷത്ത് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ആസാമിനെ ഇളക്കി മറിച്ചു. ഒരു പ്രാദേശിക വികാരമായിരുന്നു. ആസാമികൾക്കെന്ന് പറഞ്ഞുള്ളൊരു വലിയ പ്രാദേശിക വികാരം ഇളക്കി വിട്ടു. അദ്ദേഹം അധികാരത്തിലും വന്നു. പക്ഷേ പിന്നെ അദ്ദേഹത്തിന് അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അഴിമതിക്കെതിരെയുള്ള വലിയ വികാരം ഇളക്കി വിട്ട ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഡൽഹി ദ്രാവിഡ വികാരത്തെ വലിയ രീതിയിൽ ഇളക്കി വിട്ടതാണ് തമിഴ്നാട്. പക്ഷേ ഇപ്പോഴും അവർക്ക് ആ വികാരത്തെ കുത്തിവെച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ആന്ധ്രയിൽ മറ്റൊരു വികാരം ഇളക്കി വിട്ട ആളാണ്, ജാതിയുടെയും മതത്തിൻ്റെയും വേറൊരു വികാരം ഇളക്കി വിട്ട ആളാണ് ചന്ദ്രബാബു നായിഡു. അപ്പോൾ ഓരോ സ്ഥലത്തും ഇതിങ്ങനെ ഇളക്കി വിട്ടാണ് ജനങ്ങളെ കൊണ്ട്. അതുപോലെ മാനസ മറാഠ എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാട്, മറാഠിയുടെ മനസ്സ്, അല്ലെങ്കിൽ മറാഠി എന്ന് പറഞ്ഞാൽ ഉദ്ധവ് താക്കറെ എന്നുള്ള മുടിച്ചൂടാ മന്നനായിരുന്നു, രാജാവായിരുന്നു. ആ രാജാധികാരം, ചെങ്കോലും കിരീടവുമെല്ലാം നാട്ടുകാരെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വളരെ വളരെ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഉദ്ധവ് താക്കറെ പോകുന്നത്. മാത്രമല്ല NCPയുടെ കാലം കഴിയുന്നു. ഇനി ശരത് പവാറിന് വയസ്സ് എത്രയാണെന്നറിയോ? വളരെ വലിയ പ്രായമായി അദ്ദേഹത്തിന്, വളരെ സീനിയർ സിറ്റിസനാണ്. അദ്ദേഹത്തിൻ്റെ കാലം കൂടെ കഴിഞ്ഞാൽ ആരാണ് ആ പ്രസ്ഥാനം കൊണ്ട് നടക്കുക? അതിനുള്ള ആളുകളുമൊക്കെ അവിടുത്തെ സ്പേസിലൊക്കെ കയറുന്നത് ഷിൻഡയുടെയും ഫട്നാവിസിൻ്റെയും BJPയുടെ സഖ്യമാണ് എന്നുള്ളതാണ് മഹാരാഷ്ട്ര നൽകുന്ന പാഠം. ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതൊക്കെ കേവലമായി രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ. പക്ഷേ മഹാരാഷ്ട്ര ഇന്ത്യക്ക് നൽകുന്നൊരു പാഠം, രണ്ട് പാർട്ടികളുടെ യുഗം അവസാനിക്കുകയാണ്. ഒന്ന് ഉദ്ധവ് താക്കറെയുടെയും, രണ്ട് NCPയിലെ ശരത് പവാറിൻ്റെയും.